കിംബോയ്ക്കൊന്നും പറയാനില്ല. മരണവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അതൊക്കപ്പുറം. സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞ വിരള മുടിയവരാ അഭിനയിക്കും. മുടിയവരാ ലാലേട്ടനെ അളക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സ്കെയിൽ ഞാൻ ഈ തിയേറ്ററിൽ വെച്ചിട്ട് ഓടിച്ചളയുന്നു. ഒന്നല്ല സംഭവം. കണ്ടറിവ് തന്നെ വേണം ആളിയ പടം മനോഹരമായിട്ട്. എമ്പുരാന്റെ പ്രതീക്ഷ ലാലേട്ടന് ഇവിടെയാണ് കയ്യടി കിട്ടിയത്. ഓരോ ഷോട്ടും ഓരോ സീനും ആൾക്കാർക്ക് ഇങ്ങനെ കോരി തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ്. ഞെട്ടിച്ചളഞ്ഞു. ഇതാണൊക്കെ എന്താ എമ്പുരാൻ എന്താണ്? ഇതാണ് ലാലേട്ടന് വേണ്ടി ഈ പടത്തിൽ ഇങ്ങനെയുള്ള ഇല്ല കുമ്മേസിയില്ല, ഒരു ഉമ്മിക്കരിയില്ല. ഇതാണ് പടം. ഇതാണ് ലാലേട്ടൻ. നമ്മളെ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലാലേട്ടൻ വന്നിട്ടുണ്ട്. പഴയ ഒരു സാധാരണക്കാരനെ പോലെ ഒരു അംബാസിഡർ കാറിൽ വന്ന് പാവം ഒരു അംബാസിഡർ കാറിൽ വന്നിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാസം അങ്ങോട്ട് തുടങ്ങുകയാണ്. എൻ്റെ ഒരു ലീലാവിലാസം തന്നെ പടം എന്ന് വെച്ചാൽ ഇതാണ് പടം. ഇത് 150 കോടിക്ക് പുറത്ത് ഉറപ്പാണ്. കാരണം ഫാമിലി ഏറ്റെടുത്ത്. എമ്പുരാന്റെ റെക്കോർഡ് ഞാൻ എമ്പുരാൻ വലിയ ബഡ്ജറ്റ് ചിത്രമാണ്. പക്ഷേ ഇത് ഫാമിലി ഏറ്റെടുത്തിരിക്കും. കാര്യം അത്രയ്ക്ക് കിടിലൻ പടം. എന്താ ഒരു ഹൈപ്പില്ലാതെ വന്ന് ഒരു പുലിമുരുകനെ പോലെ ഒരു കൈലിയും ഒരു ഷർട്ട് കൊണ്ടുകൊണ്ട് വന്നത്. അതേപോലെ തന്നെയാണ് ലാലേട്ടൻ ഇതിലും വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ അയ്യവ തട്ട് എപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാണ് തുടരും എന്ന സിനിമയുടെ ഇത് കാണിച്ചിരിക്കും. വേറെ ലെവല്. അതേപോലെ തന്നെ ശോഭന ചേച്ചിയുടെ ആയിട്ട് ഒരുപാട് ശോഭന ചേച്ചിയും ലാലേട്ടനുള്ള പടം എന്ന് പറയുന്നത് എല്ലാ പഴയ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലാം ഹിറ്റ് തന്നെയല്ലേ. അപ്പൊ പിന്നെ ഇത് ഹിറ്റ് തന്നെ, ഇത് വമ്പൻ ഹിറ്റ് തന്നെ. അതാണ് പറയണത്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. തരുൺമൂർത്തിയുടെ ഡയറക്ഷൻ സൈഡൊക്കെ എങ്ങനെയുണ്ട്? അന്നാ നമുക്ക് കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, നമുക്ക് മാസം രക്ഷയില്ലാത്ത സാധനം. ഒരു ലാലേട്ടന്റെ ഒരു വെറൈറ്റി അവതാരം, സൂപ്പർ പൊളി ഐറ്റം. ഒന്നും പറയാനില്ല. കിംബോയ്ക്കൊന്നും പറയാനില്ല. മരണവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അതൊക്കപ്പുറം. അതേ എനിക്ക് പറയാനുള്ളത്. ഈ കിംബോയ്ക്ക് അതേ പറയാനുള്ളൂ. കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. കിംബോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കിംബോയ്ക്ക് വളരെ ഇഷ്ടമായത്. ഒന്നുകൂടെ കാണണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. എന്നാലും എനിക്ക് ഭയങ്കര പൊളി തന്നെ. എനിക്ക് ഒന്നും പറയാനില്ല. എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിരാജ് പോയി തരുൺമൂർത്തിയെ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതേപോലെ കോട്ടൊക്കെ ഇട്ട് കോമാളിത്തിനെ കാണിക്കാനല്ല ലാലേട്ടൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഉപയോഗിക്കണം. തരുൺമൂർത്തി എങ്ങനെയാണ് ഉപയോഗിച്ചത് അതുപോലെ സിനിമ പോയി കാണണം. നിങ്ങൾക്ക് വേണ്ട ലാലേട്ടനെ കിട്ടിയത് അവസാനം മോഹൻലാലിന് എഴുതി കാണിക്കുമ്പോൾ ഇതാണ് മലയാളത്തിന്റെ മോഹൻലാൽ നമുക്ക് തോന്നിപ്പോവാണ്. നിങ്ങൾക്ക് വേണ്ട ലാലേട്ടനെ കിട്ടി. ഇതുവരെ നമ്മൾ നഷ്ടപ്പെട്ടിരുന്ന ലാലേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ നമുക്ക് ഈ സിനിമയാണ് നമ്മൾ ഇതുപോലൊരു ലാലേട്ടൻ സിനിമയാണ് നമ്മൾ കാത്തിരുന്നത്. അല്ലാതെ എമ്പുരാൻ പോലത്തെ ഒരു സിനിമയല്ല നമ്മൾ കാത്തിരുന്നത്. ഇതുപോലത്തെ ലാലേട്ടൻ ഇങ്ങനെയാണ് ലാലേട്ടനെ യൂസ് ചെയ്യാൻ പറയാനില്ല. ഞാൻ രാവിലെ ഒരു വക കഴിക്കാറ്, ഇന്നലെ ഒന്നും കഴിച്ചില്ല. പക്ഷെ ഈ പടം കണ്ടപ്പോണ്ടല്ലേ എന്റെ മനസ്സും നിറഞ്ഞ് എന്റെ ശരീരം എല്ലാം നിറഞ്ഞ്. അപ്പൊ എങ്ങനെയാ മാംഗോ ചില്ലി എടുക്കല്ലേ? മാംഗോ ചില്ലി നമ്മൾ സുമേഷ് വെച്ച് ഞങ്ങള് മാംഗോ ചില്ലി അടിച്ച് പൊളിക്കുകയും ചെയ്യും. അടുത്ത പടത്തിന് മാംഗോ ചില്ലി സുമേഷിനെ കൊണ്ട് വരികയും ചെയ്യും. ഞങ്ങൾ പൊളിക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടനെ കിട്ടിയെന്നുള്ളത് സൂപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് അത്രയും സന്തോഷം. ലാലേട്ടനോട് ചെയ്യൂടെന്നാ ഒരു രക്ഷയില്ല. അമ്മച്ചിയുടെ ഫാമിലി ഏറ്റെടുത്ത പടം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ വിചാരിക്കുന്നത്. ഇനി ഏത് നടന്മാര് വന്നാലും ശരിയെന്നാ. ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെയാണ്. ആ ലാലേട്ടൻ ലാലേട്ടൻ ഇവിടെ ഈ ലോകത്ത് ഇല്ലാതെ പോയാലും ഒരു ലാലേട്ടൻ ഉണ്ടാവൂല. അങ്ങനെ തട്ട് അണ്ണാ. അത് നിങ്ങളെ പഴയ പടങ്ങൾ കണ്ടില്ലേ അണ്ണാ? അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ. നമ്മുടെ ലാലേട്ടൻ പൊളിച്ചു അടിപൊളി. ഞെട്ടിച്ചളഞ്ഞു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, സൂപ്പർ പടം. പഴയ പോലെ തിരിച്ചു വന്നു. അവസാനം വരെ എമ്പുരാനൊക്കെ എന്താ എമ്പുരാൻ എന്താണ്? ഇതാണ് ലാലേട്ടന് വേണ്ടി ഈ പടത്തിൽ ഇങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടൻ ഇതാണ്. ഫാമിലിക്കുള്ള എല്ലാം ഉണ്ട്. സൂപ്പർ.
ഹൈപ്പൊന്നും ഇല്ലാതെ ഒരു കണ്ട പടമാണ്. പക്ഷേ ഇത്രയും വലിയ മേക്കിംഗ് ആയിട്ട് പൃഥ്വിരാജ് പറഞ്ഞ ആ സിനിമേനെയാണ് നീ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മമ്പൻ പൊളിയാണ് ഈ തുടരുമെന്ന് ഒരു ഹൈപ്പ് പോലും ഇല്ലാണ്ട് ഇറങ്ങിയ പടമാണ്. അതെ, പക്ഷെ അത്രയ്ക്ക് അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണും. മസ്റ്റ് ഉണ്ടായിരുന്നു പടം. എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടറിവ് നല്ല സംഭവം, കണ്ടറിവ് തന്നെ വേണം അളിയ. പടം മനോഹരമായിട്ട് അല്ല, ഇത്രയും വലിയ മേക്കിംഗ് ആയിട്ട് ഇറക്കിയ എമ്പുരാനെ ഇപ്പൊ മോഹൻലാൽ ഫാൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ സത്യസന്ധത പറയാം, ലാലേട്ടൻ എന്നും ഇവിടെ ഉണ്ട്. ലാലേട്ടന്റെ ആക്ടിങ്ങിനൊന്നും ആർക്കും വിലയിരുത്തേണ്ട കാര്യമില്ല. വേണ്ടവരെ കൈ കിട്ടിയ വേണ്ടവരെ കൈ കിട്ടി ലാലേട്ടൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ, ക്ലിയർ കട്ട് എക്സാമ്പിൾ. ഓരോ കണ്ണ്, ഓരോ മൂക്ക്, അതുപോലെ ചീക്ക് മൂവ്മെന്റ് എല്ലാം അത് ആ ലെവലിൽ എടുത്തേക്കാണ് പടത്തില്. ഒന്നും പറയില്ല. തരുൺ മൂർത്തി ഈസ് ബ്രില്യൻസ്, സൂപ്പർ ഡയറക്ഷൻ. ദൃശ്യം ലെവൽ വന്നോന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ വന്നില്ലെന്ന് പറയും. പക്ഷെ അത് ക്ലൈമാക്സിന്റെ എൻഡ് വെച്ച്. പക്ഷെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും ഒരു മിനിറ്റ് പോലും ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. ഒരു ലാഗ് ഇല്ലാതെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഓഡിയൻസിനെ അതിലോട്ട് ക്ലച്ചാക്കി. സിമ്പിൾ ആയിട്ട് പറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടൻ ഇതാണ്. പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടൻ നമുക്ക് കണ്ടു. ഞാൻ വിന്റേജ് ലാലേട്ടൻ എന്നൊരു വാക്ക് യൂസ് ചെയ്യില്ല. കാരണം ഞാൻ തീർച്ചയായിട്ടും പടത്തിന്റെ പേരാണ് ലാലേട്ടൻ തുടരും. ലാലേട്ടൻ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു സംശയവും വേണ്ട ആർക്കും. പിന്നെ ലാലേട്ടൻ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളതാണ് മനോഹര ബ്രില്യൻസ്. അതൊരു മൂവി എടുത്തേക്കുന്നത് നല്ല ബ്രില്യൻസ്. ലാലേട്ടനെ കളിയാക്കി കഴിഞ്ഞാൽ നിന്റെ മൊബൈലിൽ പോയിട്ട് ഇറങ്ങി നിന്റെ ചാനൽ ഇല്ലാതാവും. നിന്നെ അതിന്റെ ഒന്നര ഇല്ലാതാവും. എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് കാത്തിരുന്ന ലാലേട്ടൻ. എമ്പുരാൻ കണ്ടായിരുന്നോ? ഇന്നലെ കണ്ടു. എമ്പുരാനാണോ ഇഷ്ടപ്പെട്ട? ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഇതാണ് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടൻ. കുറെ കാലമായില്ലേ ഇത്രയും മികച്ച രീതിയിൽ നമ്മൾ ലാലേട്ടനെ കണ്ടിട്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടമാണ്. കാരണം ദൃശ്യത്തിന്റെ അപ്പനായിട്ട് വരും ഈ പടം. കാരണം ലാലേട്ടന്റെ നമ്മളെ ലാളിത്യവും ആ ഒരു ഇതൊക്കെയുള്ള ലാലേട്ടൻ, കുസൃതി നിറഞ്ഞ ചിരിയുള്ള ലാലേട്ടനെ എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ ലാലേട്ടനാണ്. പലരും പറയുന്നുണ്ട് ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല, പറ്റില്ല. നല്ല ഡയറക്ടേഴ്സിന്റെ കുറെ കാലമായിട്ട് ലാലേട്ടന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ അന്നും ഇന്നും ലാലേട്ടൻ തന്നെയാണ്. അതെ, 1 മുതൽ 10 വരെ ആരാണെന്ന് നോക്കിയാൽ മലയാളത്തിൽ ഒറ്റ നടനാണ് ലാലേട്ടൻ. നെക്സ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റാണിത്. 2025 ലാലേട്ടൻ കൊണ്ടുപോകണം. അതേപോലെ തന്നെ വളരെ ചുരുക്കം ഹൈപ്പിൽ ഇറങ്ങിയ ഒരു പടമാണ്. ഇത് വലുതായിട്ട് പ്രൊമോഷൻ ചെയ്യപ്പെട്ട ഒന്നും ചെയ്തിട്ട് പോലെയാണ്. ദൃശ്യം പോലെ ലോ ഹൈപ്പിൽ ഇറങ്ങിയിട്ട് ഹിറ്റടിക്കുന്ന പടമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറാൻ പോകുന്ന പടമാണ് തുടരും. തരുൺ മൂർത്തിക്ക് ലാലേട്ടന് ഹാറ്റ്സ് ഓഫ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടനെ കിട്ടിയോ? അതെ, എമ്പുരാനിലെ പ്രതീക്ഷ ലാലേട്ടന് ഇവിടെയാണ് കയ്യടി കിട്ടിയത്. നല്ല ലാലേട്ടനായിരുന്നു. പഴയ ലാലേട്ടനെ കാണാൻ പറ്റി. നല്ല കഥയുമാണ്. നന്നായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ഈ ഡ്രാമ തന്നെയാണ് ഈ പടം. കണ്ടു നോക്കും. നല്ല പടം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയാണ്. സത്യം പറയാലോ, പുള്ളിക്കാരനെ കുറെ നാൾ കൂട്ടി പുള്ളിക്കാരൻ്റെ ആ ഒരു എലമെന്റ് കാണുന്ന ഇപ്പോഴാണ്. പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടനെ കിട്ടിയോ? കിട്ടിയെന്ന് തന്നെ പറയാം. പുള്ളിക്കാരൻ്റെ ഓരോ ഷോട്ടും ഓരോ സീനും ആൾക്കാർക്ക് ഇങ്ങനെ കോരി തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശോഭന ചേച്ചിയുമായിട്ട് ഏകദേശം 10-15 വർഷത്തിന് ശേഷമാണ് ലാലേട്ടൻ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കോമ്പിനേഷൻ? ആ ഒരു തുടക്കത്തിൽ തന്നെ അവർ നല്ല രീതിയിൽ അവർ ആ പാട്ടോടെ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ നല്ല രീതിയിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. ഒട്ടും ഹൈപ്പില്ലാണ്ട് ഇറങ്ങിയൊരു മൂവിയാണ്. നമ്മളെ എമ്പുരാനെ പോലെ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുകയോ 200 കോടിയോ 300 കോടിയോ 500 കോടിയോ പറഞ്ഞിട്ടില്ല. ഒട്ടും ഹൈപ്പില്ലാതെ ഇറങ്ങിയ പടമാണ് ഇത്. 100 കോടി ക്ലബ്ബിൽ കയറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഈ ഹൈപ്പിൽ ഇറങ്ങുന്ന പടങ്ങളെല്ലാം പിന്നാലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഹൈപ്പില്ലാണ്ട് ഇങ്ങനെ ഫാമിലിക്ക് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും പറ്റിയ ഒരു പടമാണിത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കയറാനുള്ള ചാൻസും ഉണ്ട്. കണ്ടിറങ്ങി. നല്ല സിനിമയാണ്. പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടനെ കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. എക്സാക്ട്ലി, അത് കറക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ ഒരു വിന്റേജ് ഉണ്ടല്ലോ, വിന്റേജ് ലാലേട്ടൻ ഉണ്ടല്ലോ, അതേപോലെ എങ്ങനെയാണോ നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. ബിക്കോസ് ഒരു ലാലേട്ടൻ ഫാനിന് ഒരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ, ഓക്കെ മോഹൻലാൽ ഇങ്ങനെ ആയിരിക്കണമെന്ന്. പണ്ടത്തെ മോഹൻലാലിന്റെ 90s ആ സമയത്തുള്ള സിനിമകളുണ്ടല്ലോ, അതേപോലെ ഇമോഷണലും ഓവർ ഡ്രാമയൊന്നുമില്ല. ലൈക്ക് നോർമലി എങ്ങനെയാണോ ഒരാൾ റിയാക്ട് ചെയ്യുന്ന ടു എ സിറ്റുവേഷൻ, അതേപോലത്തെ സിനിമ. കുറച്ച് ഇമോഷണൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. തുടരും എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോഴത്തേക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമേനെ കുറച്ച് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, ലാലേട്ടൻ ഫാൻസ് തന്നെ. ഡെഫിനറ്റ്ലി. കാര്യം എന്ന് വെച്ചാൽ എമ്പുരാനിലൊക്കെ കാണിച്ചിരിക്കുന്ന വെച്ചാൽ ഭയങ്കര ഹൈപ്പാണ്. ഇതിപ്പോൾ ഞാൻ കമ്പാരിസൺ ചെയ്യുന്നില്ല, അത് വേറെ ജോണറാണ്, ഇത് വേറെ ഒരു പോസ്റ്റർ പോലും ഇറങ്ങാതെ റിലീസായ ഒരു മൂവിയാണ്. പോസ്റ്റർ ഒരു മെയിൻ പോസ്റ്റർ ഇവിടെ മെയിൻ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല യുണീക്ക് ആയിട്ടുള്ള സീൻസ് ആണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എമ്പുരാനെ കാട്ടിയും ഒരു 200%
100% ഇതൊരു വർത്ത് മൂവി ആയിരിക്കും ഡെഫിനറ്റ്ലി. നമ്മുടെ ഒരു ഓഡിയൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നോ മോഹൻലാൽ. അതാണ് ഞാൻ പറഞ്ഞത്, ലാലേട്ടനെ പ്രേക്ഷകർക്ക് വേണ്ട ലാലേട്ടനെ കിട്ടി. മാസം കൊണ്ട് ഒരു ഫാമിലി ആയിട്ട് എങ്ങനെയാണോ ഒരു ലോക്കൽ ഒരു പേഴ്സൺ റിയാക്ട് ചെയ്യുന്നത്, പിന്നെ വണ്ടി ഭ്രാന്തന്മാർക്ക് ആ ഒരു അംബാസിഡർ കാറ് എത്രത്തോളം മോഹൻലാലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ആ വണ്ടിക്കും ഉണ്ട്. നല്ലൊരു മൂവിയാണ്, ഒരു ഫീൽ ഗുഡ് എന്ന് പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. താങ്ക് യു.